ഈശംശേഖ സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പ് 186 സന്ദേശം. ആത്മാക്കൾക്ക് വേണ്ടി എൻ്റെ ഹൃദയത്തിൽ ജ്വലിക്കുന്ന സ്നേഹത്തെപ്പറ്റി നീ കൂടുതൽ ആഴമായി അറിയണം. എൻ്റെ പീഡാനുഭവങ്ങളെപ്പറ്റി ധ്യാനിക്കുമ്പോൾ നിനക്ക് അത് മനസ്സിലാക്കുവാൻ സാധിക്കും. 186 സന്ദേശം ഡയറി കുറിപ്പുകൾ. നമുക്ക് സകല വിശുദ്ധരോടും സകല മലാഹമാരോടും ചേർന്ന് നമ്മളെ ആഴമായി സ്നേഹിക്കുന്ന, ആഴത്തിൽ ആഗ്രഹിക്കുന്ന, മറ്റാർക്കും എത്തിച്ചേരുവാൻ സാധിക്കാത്ത സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ ഒന്നായിത്തീരുന്ന ആ ദൈവത്തിൻ്റെ കാരുണ്യത്തെ നമുക്ക് ആരാധിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമൃത്തിനെ, ഞങ്ങളെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. ആത്മാക്കൾക്ക് വേണ്ടി എൻ്റെ ഹൃദയത്തിൽ ജ്വലിക്കുന്ന സ്നേഹത്തെപ്പറ്റി നീ കൂടുതൽ ആഴമായി അറിയണം. നമ്മൾ ദൈവസ്നേഹത്തിൻ്റെ ആഴത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം. അത് എന്തുകൊണ്ടാണ്? അത് വെറുതെ ഒരു മനുഷ്യൻ എന്നെ ആഗ്രഹിക്കുന്നതല്ല, മറിച്ച് ദൈവം എന്നെ ആഗ്രഹിക്കുന്നു. ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവം, മനുഷ്യന് രൂപം കൊടുത്ത ദൈവം, സർവ്വജീവജാലങ്ങൾക്കും ജന്മം കൊടുത്ത ദൈവം, ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവം, സകലവിധ ഗ്രഹങ്ങളെയും നക്ഷത്ര വ്യൂഹങ്ങളെയും അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ ഓരോ കോണിലെ ഓരോ മണൽത്തരിയെയും ദൈവം സൃഷ്ടിച്ചതാണ്. അങ്ങനെയെങ്കിൽ അതിനെല്ലാം സൃഷ്ടിച്ച സർവശക്തനും സർവജ്ഞാനിയും ദൈവം തന്നെയായ, ദൈവം മാത്രമായ, ആയിരിക്കുന്നവനായ, ആദ്യവും അന്ത്യവുമായ ദൈവം, ആ ദൈവം ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചിട്ടും ഇത്രയേറെ ഗാലക്സികളും അതുപോലെ ഇത്രയേറെ നക്ഷത്ര വ്യൂഹങ്ങളും എല്ലാം സൃഷ്ടിച്ചിട്ടും അവൻ ഒരു ചെറിയ ഗ്രഹം, ഒരു നക്ഷത്ര വ്യൂഹത്തിലെ, സൗരയൂഥത്തിലെ അനേകം ഗ്രഹങ്ങളിൽ ഒന്ന് മാത്രമായ ഒരു ചെറുഗ്രഹമായ ഈ ഭൂമിയിൽ ഒരു കുഞ്ഞ് ആത്മാവായിട്ട് മാത്രം പരിഗണിക്കപ്പെടാവുന്ന ഞാൻ എന്നെ ആഴമായിട്ട് സ്നേഹിക്കുന്നു. എന്നിട്ട് ആ ദൈവം പറയുക, എൻ്റെ ഹൃദയത്തിൽ നിനക്ക് വേണ്ടിയുള്ള സ്നേഹത്തിൻ്റെ ആഴത്തെക്കുറിച്ച് നീ ധ്യാനിക്കണം. അതെങ്ങനെയാണ് നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? എൻ്റെ പീഡാനുഭവങ്ങളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നിനക്കത് മനസ്സിലാക്കാൻ സാധിക്കും. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന വചനം നമുക്ക് ഓർമ്മിക്കാം. ദൈവം തന്നെ ബലിയായിട്ട് നമുക്ക് വേണ്ടി അർപ്പിച്ചു, തൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണത വെളിപ്പെടുത്തിക്കൊണ്ട്. സ്നേഹം തന്നെയായ ദൈവം, ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് അതിന് സംസാരിക്കുന്ന അരുൾ ചെയ്ത ദൈവം, തൻ്റെ തന്നെ അസ്തിത്വത്തിൽ നിന്ന്, തൻ്റെ തന്നെ പൂർണ്ണതയിൽ നിന്ന് നമ്മളോട് പറയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ദൈവം ദൈവത്തെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കുന്നു. നിന്നെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നീ എന്നോടൊന്നാവണം. ദൈവാത്മാവിനോട് ഒന്നായിത്തീരുന്നവൻ ഒരേ ആത്മാവായിത്തീരുന്നു. നമ്മൾക്ക് വാഗ്ദാനമായിട്ട് ലഭിച്ചിരിക്കുന്ന ഈ ദൈവത്വം, ഒരു മനുഷ്യൻ ദൈവത്വത്തിൽ അവകാശമുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ നൽകി നമ്മോട് ഒന്നായിത്തീരുന്നത്, ഇമ്മാനുവേലായിട്ട് നമ്മോട് ഒന്നായിത്തീരുന്നത്, ജീവൻ നൽകി നമ്മോട് ഒന്നായിത്തീരുന്നത്. ആ ദൈവത്വം, നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ദൈവത്വം, ദൈവജനം ആരുടെ അടുക്കിലേക്ക് വന്നോ അവരെ അവൻ ദൈവങ്ങളെന്ന് വിളിച്ചു എന്നാണ് പറയുക. അത് നമ്മുടെ ജന്മാവകാശമാണ്. പരിശുദ്ധ ത്രിത്വം എൻ്റെ ജന്മാവകാശമാണ്. എൻ്റെ ദൈവം എൻ്റെ ജന്മാവകാശമാണ്. എൻ്റെ പിതാവിൻ്റെ ജന്മാവകാശമാണ്. അവൻ്റെ എല്ലാ സമ്പത്തിനും ഞാൻ അർഹനാണ്. പൈതൃക സ്വത്തിന് ഞാൻ അർഹനാണ്. ക്രിസ്തുവിലെല്ലാം എനിക്ക് സാധ്യമാണ്. എല്ലാം എനിക്ക് പ്രാപ്യമാണ്. എല്ലാം എനിക്ക് ഗിഫ്റ്റായിട്ട്, ഫ്രീ ഗിഫ്റ്റായിട്ട് നൽകപ്പെട്ടിരിക്കുന്നു. ഞാനത് അറിയേണ്ടതാണ്, അഭിമാനത്തോടെ ജീവിക്കേണ്ടതാണ്. ഈശോയോട് നമുക്ക് പറയാം, ഈശോ എൻ്റെ സങ്കടങ്ങളിൽ, എൻ്റെ ദുഃഖങ്ങളിൽ, എൻ്റെ ബലഹീനതകളിൽ, എൻ്റെ അന്ധകാരത്തിൽ, എൻ്റെ പരിഭവങ്ങളിൽ, എൻ്റെ വാശിയിൽ, എൻ്റെ വെറുപ്പിൽ, എൻ്റെ വിദ്വേഷത്തിൽ, എൻ്റെ പരാജയങ്ങളിൽ, എൻ്റെ ബലഹീനതകളിൽ, എൻ്റെ അലസതയിലൊക്കെ കിടന്നുകൊണ്ട് എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന് പോലും അറിയാതിരിക്കുമ്പോഴും നീ എന്ന മഹാസമ്പത്തിനെ ഞാൻ മറക്കുകയായിരുന്നല്ലോ. എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.